ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2024 ജൂലൈ സെഷൻ അഡ്മിഷൻ സൈക്കിളിൻ്റെ വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്താണ്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് അഡ്മിഷൻ കൺഫർമേഷനെ പറ്റിയിട്ടാണ്. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കിട്ടേണ്ട ഒരു സംഭവമാണ് കൺഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം ചെയ്തു, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തു, പേയ്മെൻ്റ് ഒക്കെ അടച്ചിട്ട് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ കൺഫർമേഷൻ എപ്പോൾ കിട്ടും എന്നാണ് കുറേ പേര് ചോദിക്കുന്നത്. അപ്പോൾ കൺഫർമേഷൻ നമുക്കൊരു ഫിക്സ്ഡ് പീരീഡ് പറയാൻ പറ്റില്ല. എന്നാലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ടൈം പറയുകയാണെങ്കിൽ 1 to 2 വീക്സിനുള്ളൊക്കെ എല്ലാവർക്കും എന്ത് ചെയ്യാറുണ്ട്, കൺഫർമേഷൻ വരാറുണ്ട്. പക്ഷേ ഈ 2 വീക്സിനുള്ളൊക്കെ വരാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതെന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അഡ്മിഷൻ കൺഫർമേഷൻ കിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ്, അതായത് ഓരോ പ്രോഗ്രാമിനും ഒരു എലിജിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ PG എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് UG വേണം. അപ്പോൾ +2 കഴിഞ്ഞാൽ നേരെ ഒരാൾക്ക് PG പോയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ ആ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ എന്താവും, അഡ്മിഷൻ കൺഫേം ആവില്ല. അതെന്ത് ചെയ്യും, ഡിസ്ക്രിപ്പൻസി വന്നിട്ട് അവസാനം എന്ത് ചെയ്യും, ക്യാൻസലായി പോകും. അതുപോലെ തന്നെ MD എടുക്കണമെങ്കിൽ 50% വേണം. 49% അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ കൺഫേം ആവില്ല. അതുപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റ് വെക്കുന്നിടത്ത് പകരം ഡിഗ്രി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് എററാണ്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്, എലിജിബിലിറ്റി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇഗ്നോയുടെ ഓതറൈസ്ഡ് പേഴ്സൺസ് എന്ത് ചെയ്യും, അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, കൺഫർമേഷൻ തരുന്നതായിരിക്കും. ഇനി അവർ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കോ എറേഴ്സോ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഡിസ്ക്രിപ്പൻസി വരുത്തുകയും ആ ഡിസ്ക്രിപ്പൻസി റെക്ടിഫൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് അഡ്മിഷൻ കൺഫേം ആക്കി തരുള്ളൂ. അപ്പോൾ ഡിസ്ക്രിപ്പൻസിയുടെ വീഡിയോ നമ്മൾ വേറെ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കൺഫർമേഷനോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്പൻസിയോ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ രണ്ടും സംഭവിച്ചിട്ടില്ല എന്ന് അതിൻ്റെ അർത്ഥം എന്താണ്, ഇഗ്നോ അത് ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫർമേഷനോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസിയോ ഒന്നും വരാത്തത്. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, കൺഫർമേഷൻ തരികയും ID കാർഡും കാര്യങ്ങളൊക്കെ തരികയൊക്കെ ചെയ്യും. ഇനി അതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്പൻസി അവരെന്ത് ചെയ്യും, കാണിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്പൻസി റെക്ടിഫൈ ചെയ്ത് കൊടുക്കുകയും വേണം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. മേ ബി ഒരുപാട് തിരക്ക് കാരണം അഡ്മിഷൻ ആ ഒരു സംഭവം അപ്ലിക്കേഷൻസ് ഇങ്ങനെ കൂടി കിടക്കുന്നതുകൊണ്ടായിരിക്കും അവർ ചെക്ക് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇത് എത്ര വരെ ഡിലേ ആകാം എന്ന് ചോദിക്കുന്നവരോട് നമുക്കിത് നമ്മുടെ അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് വരെ ഇങ്ങനെ ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ സെഷനിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് എന്നാണോ അത് കഴിഞ്ഞിട്ട് വിത്തിൻ 1 to 2 വീക്സിനുള്ളിൽ എല്ലാവരുടെയും അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ മിനിമം നമുക്ക് പറയുകയാണെങ്കിൽ 1 to 2 വീക്സിനുള്ളിൽ കൺഫേം ആവുന്നുണ്ടെങ്കിൽ മാക്സിമം ഡ്യൂറേഷൻ നമുക്ക് അഡ്മിഷൻ ക്ലോസ് ആയതിനു ശേഷം ഒരു 1 to 2 വീക്സിൻ്റെ ഉള്ളിലൊക്കെ എല്ലാവരുടെയും കൺഫേം ആവുന്നതായിരിക്കും. അപ്പോൾ കൺഫേം ആയിട്ടില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ ആവണ്ട. എന്തിനാ ഡിസ്ക്രിപ്പൻസി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്പൻസി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ.